റിവെഞ്ച് അത് വീട്ടാനുള്ളതാണ്. അപ്പോൾ എൻ്റെ മുഖത്തുള്ള ഈ വിടർന്ന പുഞ്ചിരി കാണുമ്പോൾ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് അസൂയ ഉണ്ടാവും, പക്ഷെ കുറേ പേർക്ക് സന്തോഷം ഉണ്ടാവും. കാരണം എന്തിനാണ് മിറാജ് ബ്രോ ഇങ്ങനെ പുഞ്ചിരിക്കുന്നത്? ഗൈസ്, നമ്മൾ ജയിച്ചു മക്കളെ. ലൈക്ക് ഒരു കിടിലൻ ജയം, സെക്കൻഡ് ഹാഫിൽ മിന്നും പെർഫോമൻസ്. അതിൻ്റെ കൂടെ തന്നെ വേറെ പല ടീംസിനെ കുറിച്ച് പറയാനുണ്ട്, അതിലോട്ട് ഞാൻ വരാം. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന സംഭവം, നമ്മൾ എൻ്റെ വാച്ച് ലോങ്ങിൽ പറഞ്ഞിരുന്നു, നമ്മുടെ ജേഴ്സി വിന്നർ സ്കോർ ലൈൻ പ്രൊഡിക്റ്റ് ചെയ്തിട്ട് ജേഴ്സി വിൻ ചെയ്യുന്ന ഒരാളുണ്ടാവും എന്നുള്ളത് പറഞ്ഞിരുന്നു. സോ ആരാണ് വിന്നർ എന്നുള്ളത് ഞാനിവിടെ പറയുന്നുണ്ട് ലേറ്റർ ഓൺ ദിസ് വീഡിയോ. സോ വീഡിയോ മുഴുവൻ കാണാം. എന്തായാലും നിങ്ങളുടെ കോമൻസൊക്കെ ചറുപറാന്ന് വാരിക്കൂട്ടിയിട്ടോ, കാരണം ദിസ് ഈസ് ഒരു ഇൻറ്റൻസ് മാച്ച് റിയാക്ഷൻ. മാച്ച് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ യുണൈറ്റഡിനെ കുറിച്ച് മാത്രമല്ല, യുണൈറ്റഡിൻ്റെ കൂടെ ടോപ്പ് 4 വേണ്ടി ക്വാളിഫൈ ചെയ്യാൻ നിൽക്കുന്ന, അല്ലെങ്കിൽ ടോപ്പ് 4 ഞങ്ങൾക്ക് എത്തിയേ പറ്റൂ എന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറച്ച് ടീംസ് ഉണ്ട്. അതിൽ കുറേ റൈവൽസൊക്കെ ഉണ്ട്, അപ്പോൾ അവരെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങട്ടെ മക്കളെ, റിവെഞ്ച് എന്ന് പറഞ്ഞാൽ അത് യുണൈറ്റഡിനെ പോലത്തെ ടീമിനാണ് റിവെഞ്ചാക്കി തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ആസ്റ്റൺ വില്ലയ്ക്കെതിരെ നമ്മൾ അവരുടെ തട്ടകത്തിൽ, അവരുടെ ഗ്രൗണ്ടിൽ പോയി കളിച്ച് നമ്മൾ തോറ്റു, 2-1 തോറ്റു. പക്ഷേ അന്ന് നമ്മൾ കളിച്ച പെർഫോമൻസ് നമ്മുടെ സീസണിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു എൻ്റെ കാഴ്ചപ്പാടിൽ. അപ്പോൾ അന്ന് മാച്ച് റിയാക്ഷനിൽ ഞാൻ വന്ന് പറഞ്ഞിരുന്നു, ഗൈസ് ഡോണ്ട് വറി, കാരണം നമ്മളുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. വി ഷുഡ് ഹാവ് വൺ ദ മാച്ച്. 3 പോയിൻറ്റ്സ് കിട്ടാതിൽ സങ്കടം ഉണ്ടായിരുന്നു, ശരിയാണ്. പക്ഷെ അന്ന് കുറേ പേരൊക്കെ വന്നിട്ട് പറഞ്ഞിരുന്നു, എൻ്റെ പൊന്നു ബ്രോ വെറുതെ ലോല ഹൃദയനാവല്ലേ, കളി തോറ്റു അതങ്ങോട്ട് സമ്മതിക്ക്. അന്ന് ഞാൻ മനസ്സ് കുറിച്ചാണ് ആസ്റ്റൺ വില്ലേനെ ഗ്രൗണ്ടിൽ, അത് നമ്മുടെ ഗ്രൗണ്ടിൽ കിട്ടുമ്പോൾ പച്ചക്ക് കീറി വെളിച്ചത് എന്നുള്ളത്. അതുതന്നെയാണ് ഞാനിവിടെ കണ്ടത്. മൈക്കിൾ കാരിക് മാൻ, ഐ റിയലി അപ്രിഷിയേറ്റ് യു, ഐ ലവ് യു. കാരണം ഞാൻ ടാക്ടിക്കലി എങ്ങനെയാണോ നമ്മൾ ആസ്റ്റൺ വില്ലയ്ക്കെതിരെ ജയിക്കേണ്ടത്, അല്ലെങ്കിൽ ആസ്റ്റൺ വില്ലേനെ നമ്മൾ എങ്ങനെ ടാക്ടിക്കലി പൂട്ടണം എന്നുള്ളത് ഞാൻ എൻ്റെ മാച്ച് പ്രിവ്യൂവിൽ പറഞ്ഞ സംഭവമാണ്. അതേ സംഭവമാണ് സെക്കൻഡ് ഹാഫിൽ, എസ്പെഷ്യലി ആ കുനിയുടെ ഗോളിൽ നമ്മൾ കണ്ടത്. ഞാൻ ഇത് പറയാൻ കാരണം എന്താ അറിയോ, ഇറ്റ് മേക്സ് മീ റിയലി ഹാപ്പി. അതായത് നമ്മൾ ഫാൻസ് കാണുന്നതും, അല്ലെങ്കിൽ അനലിസ്റ്റ് ആയിട്ടുള്ള ഫാൻസുകൾ കാണുന്നതും, അല്ലെങ്കിൽ ടാക്ടിക്കലി നമ്മൾക്ക് എങ്ങനെ ആസ്റ്റൺ വില്ലയെ ബീറ്റ് ചെയ്യാം എന്നൊക്കെ പലരും പറയാറുണ്ട്, ഫാൻസ് പറയാറുണ്ട്. പക്ഷേ അത് കോച്ചുമാർ ചെയ്ത് കാണിക്കുന്നത് വളരെ റെയറായിട്ടാണ് ഞാൻ കാണുന്നുള്ളൂ. എസ്പെഷ്യലി ഇൻ്റർവ്യൂ കോച്ചൊക്കെ ചെയ്യുന്നത് വളരെ റെയറായിട്ടാണ്. പക്ഷേ കാരിക്ക് എന്താണെന്ന് അറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ടൊന്നുമല്ല, പക്ഷെ എന്നാലും കാരിക്ക് ഈസ് ലേണിംഗ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഫസ്റ്റ് ഹാഫിൽ ദുരന്തം പെർഫോമൻസ് ആയിരുന്നു, ഉള്ള കാര്യം പറയാലോ. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ ആ ദുരന്തം പെർഫോമൻസിൽ നിന്നും ലെസൺ പഠിച്ചുകൊണ്ട് ടാക്ടിക്കലി നമ്മൾ ആസ്റ്റൺ വില്ലേനെ ഔട്ട് ക്ലാസ് ചെയ്ത് കളഞ്ഞു. അതിൽ ആ കുനിയുടെ ഗോൾ എടുത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഞാൻ ഇവിടെ ക്ലിപ്പ് കാണിക്കാം. ആ കുനിയുടെ ഗോൾ എടുത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, എംബോമ ഓഫ് സൈഡ് റൂളിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഓഫ് സൈഡ് സ്പോട്ടിലാണ് നിൽക്കുന്നത്. ആ ഒരു ഓഫ് സൈഡ് സ്പോട്ടിൽ നിൽക്കുന്ന എംബോമോനെ ആസ്റ്റൺ വില്ലയുടെ ഡിഫൻഡർ ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട്. നോക്കിയതിന് ശേഷം മൂപ്പര് കണ്ണെടുക്കുന്നുണ്ട്. ആ കണ്ണെടുക്കുന്ന സ്പോട്ടിലാണ് കുനിയ ഓടി കയറുന്നത്. ദിസ് ഈസ് കോൾഡ് ഒരു ഫേക്ക് ഓഫ് സൈഡ് ട്രാപ്പ് എന്നുള്ളത്. ഞാൻ ഇതേ സംഭവം, ഇപ്പോൾ നിങ്ങൾ ക്ലിപ്പ് കണ്ടല്ലോ, ഇതേ സംഭവം ഞാൻ എൻ്റെ ടാക്ടിക്കൽ ബോർഡിൽ ടാക്ടിക്കൽ പ്രിവ്യൂ അല്ലെങ്കിൽ മാച്ച് പ്രിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ സംഭവമാണ് കാരിക്ക് ചെയ്തത്. ആൻഡ് ദിസ് വാസ് ദ ബെസ്റ്റ് മെത്തേഡ് ടു സ്കോർ എ ഗോൾ. ഇത് സംഭവം നമ്മൾ ഫസ്റ്റ് ഹാഫിൽ ചെയ്തിരുന്നെങ്കിൽ വി ഷുഡ് ഹാവ് വൺ ദിസ് മാച്ച് 5-6. കാരണം ആസ്റ്റൺ വില്ല ദുരന്തമാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിൽ എത്ര ആസ്റ്റൺ വില്ല ഫാൻസ് ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു പെർഫോമൻസ് വെച്ചിട്ട്, കഴിഞ്ഞ 5, 6, 7, 8, 9, 10 പെർഫോമൻസ് വെച്ചിട്ട് ആസ്റ്റൺ വില്ല ഡു നോട്ട് ഡിസേർവ് ടു ബി ഇൻ ടോപ്പ് 4 ഉള്ള കാര്യം പറയാലോ. നോ ഒഫൻസ്, ഒന്നും വിചാരിക്കരുത്, നോ ഡിസ്റെസ്പെക്റ്റ്. ആ കളിയും കഴിഞ്ഞ് കാരിക്ക് ഉനായ് എമറിക്ക് കൈയിടുന്നിട്ട് സീനുണ്ട്. എൻ്റെ മൈൻഡിൽ വന്നത് എന്താണെന്നറിയോ, കാരിക്ക് നേരെ പോയിട്ട് ഉനായ് എമറോട് പറയാണ്, ഗുഡ് ഈവനിങ്, ഇത് ഓൾഡ് ട്രാഫോർഡാണ് മകനെ, ഇവിടെ അത്ര എളുപ്പമൊന്നുമല്ല. കാരണം ഐ ലൈക്ക് ഉനായ് എമറി. പക്ഷേ ഇന്നലെ ഉനായ് എമറി ആസ്റ്റൺ വില്ല ഗോൾ അടിച്ചപ്പോൾ കാട്ടിക്കൂട്ടിയ കുറച്ച് സെലിബ്രേഷൻ ഉണ്ട്. ഫുട്ബോൾ ഈസ് പാഷൻ, അതെല്ലാവർക്കും അങ്ങനെയാണ്, ഫുട്ബോൾ ഈസ് പാഷൻ. പക്ഷേ ഓൾഡ് ട്രാഫോർഡിനെ ഡിസ്റെസ്പെക്റ്റ് ഒക്കെ ചെയ്തുകൊണ്ട് അമ്മാരി സെലിബ്രേഷനൊക്കെ ചെയ്യുമ്പോൾ, ഞാൻ പറഞ്ഞത് അതിൽ ഡിസ്റെസ്പെക്റ്റ് ചെയ്തു നല്ല, പക്ഷേ എനിക്കങ്ങനെ തോന്നിയെന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് നമ്മൾ തിരിച്ചടിക്കണം. അതാണ് നമ്മൾ 2 അവരടിച്ചതിന് ശേഷം നമ്മൾ ഒരു 2 മണ്ടയ്ക്ക് കൊട്ടിട്ട് പോകുന്നത്. ഐ ലവ്ഡ് ഇറ്റ്. എസ്പെഷ്യലി ആ കുനിയുടെ ഗോള്. ഏതാ ആ നൃത്തം ഗോൾ അടിച്ചിട്ടുള്ളത്. എന്നിട്ട് കാണികൾക്ക് മുമ്പിൽ കുനിയ ഒരു കാണിക്കലുണ്ട്. അതെ, ഞാനല്ല, പിന്നിലുണ്ട് ഒരാൾ, ഒരു മജീഷ്യൻ. അതെ, ബ്രൂണോ ഫെർണാണ്ടസ്. നിങ്ങൾ ഒരു 1 മാൻ ആർമിയാണ്. ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട്.
ഈ കളിയിൽ 2 അസിസ്റ്റ് വീണ്ടും. ഇപ്പം മൂപ്പരുടെ അസിസ്റ്റൻ്റ് നമ്പർ എത്ര 16 എന്തോ ആണ്. ഇനിയും 8 കളി ബാക്കിയുണ്ട്. വെറും 5 അസിസ്റ്റ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ ബ്രൂണോ വിൽ ബി ദ ലീഡിങ് അസിസ്റ്റ് കാൻഡിഡേറ്റ് അല്ലെങ്കിൽ അസിസ്റ്റ് മേക്കർ ഇൻ ദ പ്രീമിയർ ലീഗ്. അങ്ങനത്തെ ഒരാളെ എങ്ങനെയാണ് ലെജൻഡ് ഓഫ് ദ പ്രീമിയർ ലീഗ് എന്ന് പറയാതിരിക്കുക? എൻ്റെ ഒപ്പീനിയനിൽ ഇതിൽ കളിയാക്കുന്ന പലരും ഉണ്ടാവും. എൻ്റെ ഒപ്പീനിയനിൽ മക്കളെ, ഇഫ് ബ്രൂണോ ഗെറ്റ്സ് 21 അസിറ്റ്സ്, ഹീ ഈസ് എ ലെജൻഡ് ഓഫ് ദ പ്രീമിയർ ലീഗ്. ഇൻ ദ പ്രീമിയർ ലീഗ് ഏത് മാങ്ങ ട്രോഫി എടുത്തില്ലെങ്കിലും തേങ്ങ എടുത്തില്ലെങ്കിലും ഐ ഡോണ്ട് കെയർ. 21 അസിസ്റ്റ് ഒരു സീസണിൽ നേടുക പറഞ്ഞാൽ ചിലർ കാര്യമല്ല. എത്ര കാലമായി കുറേ പേര് വന്നു പോയല്ലോ ഈ പ്രീമിയർ ലീഗിൽ. എന്താ 21 അസിസ്റ്റ് എടുക്കാൻ പറ്റാത്തത്? എന്താ ബ്രൂണോ എടുത്തു കഴിഞ്ഞാൽ എന്താ നിങ്ങളതിന് എന്താ പറയുക വലുതായി കാണാത്തത്? യു ഹാവ് ടു. കാരണം അതൊരു ചില്ലറ കാര്യമല്ല. സോ ബ്രൂണോ മാൻ, യു ആർ എ മജീഷ്യൻ. അവർ പോർച്ചുഗീസ് മാഗ്നിഫിക്കോ. അതിന് കൂടെ ഞാൻ പറയുന്നൊരു പേരാണ് കുനിയ ദ പവർ ഹൗസ്. അങ്ങനെ തന്നെ ഞാൻ വിളിക്കും. കാരണം നമ്മുടെ വാച്ച് ലോങ്ങിൽ ഒരാൾ തന്നെ ചോദിച്ചു, ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്ന ആരാണ്, കുനിയാണോ എംബൂമോ ആണോ എന്നോട് ചോദിച്ചിരുന്നു. ഞാൻ ആ സമയത്ത് പറഞ്ഞൊരു വാചകമുണ്ട്. അതായത് ഔട്ട്പുട്ട് എടുത്തു കഴിഞ്ഞാൽ, സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഗോൾസ് അസിസ്റ്റ് ഒക്കെ ചിലപ്പോൾ എംബൂമൊക്കെ ആയിരിക്കും കൂടുതൽ. പക്ഷേ ദ മിനിറ്റ് 1 ഓൾഡ് ട്രാഫോർഡ് പിച്ചിൽ ഫ്രം മിനിറ്റ് 1 കുനിയാണ് പവർ ഹൗസ്. അതാ ഒരു പവർ പാക്ഡ് എന്താ പറയുക, അവൻ്റെ ആ ഒരു പവർ പാക്ഡ് പെർഫോമൻസ് ഇതുണ്ടായിരുന്നു ഇന്നലത്തെ കളിയിൽ. കാരണം എന്താ ഗോള് വന്ന വഴി, ആ ഗോളിക്ക് വരാൻ വെച്ച റണ്ണ്, അതിനെ കൂടുതൽ ഓവറോൾ പെർഫോമൻസ്. അതിലൊരു ഫസ്റ്റ് ഹാഫ് ഒരു കിഡിലും ക്രോസിനായിരുന്നു അമാദിന്. അത് ശരിക്കും അമാദ് തല വെക്കേണ്ടത് ക്രോസാണ്, പക്ഷേ എന്തോ അൺലക്കി ആയിരിക്കാം. പക്ഷേ അതൊക്കെയാണ് കുനിയ ദ പവർ ഹൗസ് ഓഫ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അങ്ങനെ തന്നെ വിളിക്കും. പിന്നെ നമ്മുടെ കസമീറോ ദി അങ്കിൾ കസമീറോ മാൻ, വി ആർ ഗോയിങ് ടു മിസ് ഹിം. ഞാൻ ഈ ചാനലിൽ തന്നെ പലവട്ടം കസറിനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് ഫ്ലോസ് ഒക്കെ ഉണ്ട്. പക്ഷേ സെറ്റ് പീസിൽ നിന്നും ഗോളടിക്കാൻ കഴിയുന്ന മെഗ്വറിൻ്റെ കൂടെ കഴിയുന്ന ഒരു പ്ലെയറാണ് ഈ കസമീറോ ഇവിടുന്ന് നെക്സ്റ്റ് സീസണിൽ പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മിസ്സാവാൻ പോകുന്നത് അയാളുടെ സെറ്റ് പീസ് ഡെലിവറി എന്നുള്ള ഗോളുകളുടെ എണ്ണമാണ്. എത്രാമത് ഗോളാണ് ഇപ്പോൾ ചങ്ങായി അടിച്ചു കൂട്ടിയുള്ളത്? അത് ഏതാ ഗോള്, ഏതാ മൂവ്മെൻറ്റ്, ആർക്കെതിരെ ഹെഡർ ചെയ്ത് ഗോൾ അടിക്കുന്നത്? എമി മാർട്ടിനസിനെതിരെ. നമുക്കറിയാം എമി മാർട്ടിനസ് ഒരു കിടിലൻ ഗോൾ കീപ്പറാണ്. എൻ്റെ ഒപ്പീനിയനാണ്. ചില ആൾക്കാർക്ക് ചില ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ഉണ്ടാവും. പക്ഷേ എമി മാർട്ടിനസ് ഒരു വൺ ഓഫ് ദ വേൾഡ് ക്ലാസ് ഗോൾ കീപ്പേഴ്സാണ്. അങ്ങനത്തെ ഒരു ഗോൾ കീപ്പറിനെ ശരിക്കും വിഡ്ഢിയാക്കി കൊണ്ട് ഒരു ഹെഡർ ഗോൾ, അതും എവിടെ നിന്ന്, ഏത് ആംഗിളിൽ നിന്ന്? എൻ്റെ പൊന്ന് കസമീറോ ഭായ്, നിങ്ങൾക്കൊരു 3 വയസ്സ് കുറവുണ്ടായിരുന്നെങ്കിൽ ഞാൻ മിനിമം ഒരു 4 വർഷത്തെ കോൺട്രാക്ട് നിങ്ങൾക്ക് ഞാൻ തന്നേനെ. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഇല്ലാതായി പോയി. പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ബെഞ്ചിൽ നിന്ന് വരുന്ന ബെഞ്ചമിനെ കുറിച്ചിട്ടാണ്. യെസ്, ബെഞ്ചിൽ നിന്നും വരുന്ന ബെഞ്ചമിൻ, ദ ബെഞ്ച് അമീൻ സെസ്കോ. എൻ്റെ മോനെ, ആ ചെങ്ങായി മുടിവെട്ടിയതിന് ശേഷം പിന്നെ പിടിച്ച കിട്ടിയിട്ടില്ല. അജാതി പെർഫോമൻസ് ആണ്. എല്ലാ കളിയിലും ഗോൾ, അത് അടിക്കുന്ന ഗോളുകൾ എജാതി ഗോളുകൾ, മണ്ടയ്ക്ക് അതായത് ഒപ്പോണൻസിൻ്റെ മണ്ടയ്ക്കിട്ട് കൊട്ടുന്ന ഗോളുകളാണ്. ഏത് ലെവൽ ഗോൾ അത്! ഇന്നലെ അടിച്ച ഗോളിൽ മൂപ്പര് ആ മൊമെൻറ്റ് ഇതൊന്ന് നോക്കി നോക്കട്ടെ. അതായത് ഒരു ഡിഫൻഡർ വീണ് കിടക്കുകയാണ്, അവൻ്റെ മുമ്പിലല്ല, അവൻ്റെ ബാക്ക് സൈഡിൽ നിന്നൊരു പന്തൽ, ആ ഡിഫൻഡറിൻ്റെ മോളിൽ കൂടെ ചാടി മാറുന്ന ഒരു ഒറ്റ കിടലൻ ഷോട്ട്. ഡിഫ്ലക്റ്റഡ് ആണ് എന്തായാലും, പക്ഷേ ഇൻസ്റ്റിങ്ക്റ്റ്. പിന്നെ ഞാൻ ഇടയ്ക്ക് മറ്റേത് കണ്ടു, മാർക്ക് ഗോൾബിൻ്റെ സംഭവം കണ്ടു, സെസ്കോ ഒരു അപ്ഗ്രേഡ് അല്ല ഹോയൻഡിൽ നിന്നുള്ളത്. ഈ ഒരൊറ്റ വാചകത്തിന് സത്യം പറഞ്ഞാൽ അയാളെ ചാനലിൽ പൂട്ടി പോകണം. പക്ഷേ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. പിന്നെ ഞാൻ എടുത്തു പറയുന്നൊരു സംഭവം, അതായത് ശരിയാണ്, ഇന്നലെ നമ്മൾ ജയിച്ചു, 3 പോയിൻറ്റ്സ്, നമ്മൾ ടോപ്പ് 3-ലാണ്, സോളിഡ് നിൽക്കുകയാണ് ടോപ്പ് 3-ൽ. എനിക്ക് വേണ്ട സംഭവം അതായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്. പക്ഷെ അതൊന്നുമല്ല എനിക്ക് ഇന്നലത്തെ ഹാപ്പി മൊമെൻറ്റ്. ഇന്നലത്തെ ഹാപ്പി മൊമെൻറ്റ് എൻ്റെ എന്തായിരുന്നു പറയുക, ദ അൾട്ടിമേറ്റ് ഹാപ്പി മൊമെൻറ്റ്, അതൊരു ഗോളായിരുന്നു. ആ ഗോൾ ഏതാ അറിയോ? നിങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോവും. യെസ്, റിച്ചാർലിസൺ ആൻഫീൽഡിൽ 90-ാം മിനിറ്റിൽ അടിച്ച ഗോളാണ് ഇന്നലത്തെ എൻ്റെ ദ അൾട്ടിമേറ്റ് ഹാപ്പി മൊമെൻറ്റ്. പലർക്കും അങ്ങനെ ആയിരിക്കും. ഞാൻ ഇന്നലെ എൻ്റെ വാച്ച് ലോങ് കഴിഞ്ഞപ്പോൾ പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. വാച്ച് ലോങ് കഴിഞ്ഞു ഗൈസ്, ഇനി ഞാൻ പോകുന്നത് ഹെയ്റ്റ് വാച്ചിനാണ്, ലിവർപൂൾ എഗെയിൻസ്റ്റ് സ്പേഴ്സ് എന്നുള്ളത്. എന്താലേ, റെലിഗേഷനിലുള്ള സ്പേഴ്സ് പോയിട്ട് ആൻഫീൽഡ് പോയിട്ട് സമനില പിടിക്കുന്നു ഗൈസ്. ഇത് നമ്മുടെ ഈ വീക്കെൻഡ് ഈസ് ഫോർ അസ്, ഈ വീക്കെൻഡ് ഈസ് ഫോർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ്. കാരണം നമ്മളാണ് ഇപ്പോൾ തലപ്പത്ത്. അതായത് പെർഫെക്റ്റ് വീക്കെൻഡ് എന്ന് പറയില്ല. ചെൽസി പൊട്ടുന്നു, ലിവർപൂൾ സമനിലയാവുന്നു, ആസ്റ്റൺ വില്ല നമ്മൾ ആസ്റ്റൺ വില്ല തോൽപ്പിക്കുന്നു. The prime happiness is this weekend നമ്മൾക്ക്. കാരണം നമ്മൾ ആസ്റ്റൺ വില്ലയായിട്ടും 3 പോയിൻറ്റ്സ് ക്ലിയർഡായി. അതേപോലെ തന്നെ ലിവർപൂളിനായിട്ട് ഇപ്പോൾ 5 പോയിൻറ്റ്സ് ക്ലിയറാണ്. അതിൻ്റെ കൂടെ ചെൽസി ആയിട്ട് ഇപ്പോൾ 6 പോയിൻറ്റ്സ് ക്ലിയറാണ്.
ഇനി നമ്മളിവിടെ ഇതേ പെർഫോമൻസ് കീപ്പ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഗൈസ് ഞാൻ പറയുന്നു ചാമ്പ്യൻസ് ലീഗ് നമ്മൾ അടുത്ത സീസണിൽ കളിക്കും. ചാമ്പ്യൻസ് ലീഗ് മസ്റ്റായിട്ട് നമ്മൾ കളിക്കും. എന്തായാലും ഒരു ടെൻഷനും എനിക്ക് ആ കാര്യത്തിൽ പറയാനായിട്ട്. അപ്പോൾ ഇതിൽ ലിവർപൂൾ ഫാൻസ് ഉണ്ടെങ്കിൽ ബ്രോ എന്താണ് ഒന്നും പറയാനില്ല. കാരണം താങ്ക് യു സോ മച്ച്. എനിക്ക് ഇരട്ടി മധുരം തന്നതിൽ താങ്ക് യു സോ മച്ച്. ഹൗ ഡിഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബീറ്റ് ആസ്റ്റൺ വില്ല? ഫസ്റ്റ് ഹാഫിൽ നമുക്ക് സ്റ്റാറ്റ്സിലോട്ട് പോകാം. സോ ഫസ്റ്റ് ഹാഫിലെ ടാക്ടിക്കൽ സംഭവങ്ങളൊക്കെ സെയിം ആയിരുന്നു. അത് വലിയ വ്യത്യാസമൊന്നുമില്ല. ഫസ്റ്റ് ഹാഫ് വളരെ ദുരന്ത പെർഫോമൻസ് ആയിരുന്നു. രണ്ട് ടീമൊന്നും ഇത് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ പൂറായിരുന്നു, വളരെ പൂറായിരുന്നു. നമ്മൾ കുറേ ഷോട്ട് എടുത്തു, അതിന് കൂടുതൽ നമ്മൾ കുറേ ഗോൾ അടിക്കാനൊക്കെ നോക്കി, കുറേ ഷോട്ട്സൊക്കെ എടുത്ത് നോക്കി പുറത്തുനിന്നും അകത്തുനിന്നൊക്കെ, പക്ഷെ ഒന്നും അങ്ങോട്ട് കയറിയില്ല. അതിൻ്റെ കൂടെ തന്നെ പലപ്പോഴും നമ്മുടെ ഫിസിക്കാലിറ്റി നമുക്ക് കാണിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ആസ്റ്റൺ വില്ലയുടെ ഒരു എക്സ് ഫാക്ടർ പ്ലെയർ ഒനാനയാണ്. ഒനാന നന്നായിട്ട് കളിക്കുന്നു. മിഡ്ഫീൽഡിൽ ഒനാനൊരു സുപ്പീരിയോറിറ്റി കാണിക്കുന്നു. നമുക്ക് കോബി മേനു ആയാലും കാസമീറോ ആയാലും ഒനാനയുടെ ഫിസിക്കാലിറ്റി ഇൻറ്റൻസിറ്റി കൂടെ പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല പല മൊമെൻറ്റ്സിലും. അതിൻ്റെ കൂടെ തന്നെ ആസ്റ്റൺ വില്ല നന്നായിട്ട് ഓർഗനൈസ്ഡ് ആയിരുന്നു. പിന്നെ അത്ര വലിയ മിസ്റ്റേക്സ് ഒന്നും ആസ്റ്റൺ വില്ലയുടെ സൈഡിൽ നിന്ന് വരുന്നില്ല. ചില മൊമെൻറ്റ്സിൽ നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കൊണ്ട് നമ്മൾ കുറേ ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ ഒന്നും കൊണ്ട് വർക്കൗട്ട് ആയില്ല. എനിക്ക് തോന്നുന്നു കൂടുതലും നമ്മൾ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ അല്ലെങ്കിൽ ഒരു ഇൻറ്റൻസിറ്റി കൊണ്ടും കോൺഫിഡൻസ് ഇല്ലായ്മയുടെ ഭാഗമായിട്ട് മാറിയതാണ് ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ്. പക്ഷെ അതിന് നേരെ വിപരീതമായിരുന്നു സെക്കൻഡ് ഹാഫിലെ പെർഫോമൻസ്. സെക്കൻഡ് ഹാഫിലെ പെർഫോമൻസിനെ വാച്ച് ലോങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഒരു 5 മിനിറ്റ് വളരെ ക്രൂഷ്യലാണ്. അതിൽ നമ്മൾ കൂടുതൽ കൺസിഡർ ചെയ്തത് നമ്മൾ മാക്സിമം പന്ത് കീപ്പ് ചെയ്യണം എന്നുള്ളത്. പിന്നെ ഒരു 55 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഒരു ഗോൾ അടിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കസ്റ്റമറിൻ്റെ ഗോൾ വരുന്നത് 55 മിനിറ്റ് മുമ്പെയാണ്. പിന്നെ ഞാൻ കണ്ടത് പതറി കളിക്കുന്ന യുണൈറ്റഡിനെയാണ്. അതായത് കോൺഫിഡൻസ് ഇല്ലാതെ ബാക്കിലോട്ട് വലിഞ്ഞ് നമ്മൾക്ക് എങ്ങനെയെങ്കിലും 1-0 കളിച്ച് രക്ഷപ്പെട്ട് വീട്ടിൽ പോവാം എന്ന് പറഞ്ഞ് കളിക്കുന്നൊരു യുണൈറ്റഡിനെയാണ് കണ്ടത്. അവിടെ നിന്നാണ് ആസ്റ്റൺ വില്ലയുടെ ഗോൾ വരുന്നതും. പിന്നെ ആസ്റ്റൺ വില്ലയുടെ ഗോളിൽ അത് ഓഫ് സൈഡ് ഒന്നുമല്ല, ഞാൻ കണ്ടതാണ്. ഒനാന ഈസ് നോട്ട് ഓഫ് സൈഡ്, ഹി ഈസ് നോട്ട് ഈവൻ ടച്ചിങ് ദ ബോൾ. മൂപ്പര് മാറി നിൽക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെയാണ് സെസ്കോ അടിച്ച തേർഡ് ഗോളിലും ഡാലോ ഓഫ് സൈഡ് ഒന്നുമല്ല, കാരണം മാറി നിൽക്കുകയാണ് ഡാലോ ചെയ്തത്. രണ്ടും ഒരേ സിനാരിയോ ആണ്. ആസ്റ്റൺ വില്ല ഗോൾ അടിക്കുന്നു. ഈ ആസ്റ്റൺ വില്ലയുടെ ഗോൾ വരുന്നത് നമ്മൾ ഗോൾ ചെയ്തതിന് ശേഷം നമ്മൾ ഗോൾ അടിച്ച ഉടനടി നമ്മൾ ബാക്കിലോട്ട് പോയി ഒരു 5-10 മിനിറ്റ് ആസ്റ്റൺ വില്ലയ്ക്ക് ഫുൾ ഗ്രിപ്പ് കൊടുക്കുകയാണ് കളിയിൽ. അതിൽ അവർ സ്കോർ ചെയ്യുന്നു. പിന്നെ ആസ്റ്റൺ വില്ലയ്ക്ക് ക്വാളിറ്റി ഉണ്ട്. അങ്ങനത്തെ ഒരു ടീമിന് 10 മിനിറ്റോളം പന്ത് അവരുടെ കൈ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഗോൾ അടിക്കും. അത് മാത്രമല്ല നമ്മുടെ ഡിഫൻസീവ് ഷേപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ലാമൻസിൻ്റെ മുമ്പിലായിരുന്നു. അതായത് ലാമൻസിന് ബോൾ കാണാൻ പറ്റില്ല. നമ്മുടെ ഡിഫൻഡേഴ്സ് ഫുള്ള് ലാമൻസിൻ്റെ മുമ്പിലാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. സ്വാഭാവികമായിട്ട് അവർ ഗോൾ അടിക്കുന്നു. അതിനുശേഷം ഞാൻ കണ്ടത് എൻ്റെ പഴയ യുണൈറ്റഡിനെയാണ്, തിരിച്ചു വരുന്ന യുണൈറ്റഡിനെ. കുനിയുടെ ഒരു ബ്രില്യൻ ഗോൾ. അതിനുശേഷം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആസ്റ്റൺ വില്ലയ്ക്ക്. ബോൾ വെച്ചിടും കാര്യമില്ല, അവർ താങ്ങി നടക്കുന്നില്ല. വി ആർ ഡിഫെൻസീവ്ലി സോളിഡ്. അതിനുശേഷം സെസ്കോ ഇറങ്ങുന്നു. എഗെയിൻ ദ ബെഞ്ച് സെസ്കോ മൂന്നാമത്തെ ഗോൾ അടിക്കുന്നു. ഫിനിഷ്. നമുക്ക് വേറെ ചാൻസ് ഉണ്ടായിരുന്നു, നമുക്ക് 4-1 ആക്കാമായിരുന്നു. മേ ബി ഇതിൽ വിന്നർ ചിലപ്പോൾ സെപ്പറേറ്റ് വേറെ ആളായിരുന്നു അങ്ങനെ നടന്നിരുന്നെങ്കിൽ. പക്ഷേ നമുക്കത് കിട്ടിയില്ല ചാൻസ്. പക്ഷേ വി വിൻ ദിസ് മാച്ച് 3-1. അപ്പോൾ മൊത്തം ഒരു പവർ പാക്ഡ് പെർഫോമൻസ് ആയിരുന്നു. വളരെ സന്തോഷം തരുന്ന, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ വളരെ സന്തോഷം തരുന്ന. ബ്രൂണോൻ്റെ മാജിക് വീണ്ടും കാണപ്പെടുന്നു. കസ്റ്റമറിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് മുതൽക്കൂട്ടാവുന്നു. ബെഞ്ചമിൻ സെസ്കോൻ്റെ വീണ്ടും ഇൻപുട്ട് നമുക്ക് കിട്ടുന്നു. കുനിയുടെ പവർ ഹൗസ് പെർഫോമൻസ് കാണുന്നു. പക്ഷേ ഇതിലാകെ കുറച്ച് ശോകമായി പോയത് എൻ്റെ അഭിപ്രായത്തിൽ എംബൂമോ അതേപോലെ തന്നെ അമാദാണ്. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ് ടു ദം. അവരുടെ ഫോം വളരെ ഒരു നിർണായക ഒരു സ്പോട്ടിലാണ് നമുക്ക് അവരുടെ ഫോം നഷ്ടപ്പെടുന്നത്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഇനിയും ക്വാളിറ്റി ടീമിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ദിസ് ഈസ് എ വെരി പോസിറ്റീവ് പെർഫോമൻസ് ഫോർ എസ്. കാരണം ഈ വിജയം എഴുതി വെച്ചോ, ഈ വിജയമായിരിക്കും നമ്മൾക്ക് ടോപ്പ് 4 നേടിത്തരാൻ പോകുന്നത്. എഴുതി വെച്ചോ, എൻ്റെ പ്രഡിക്ഷൻ അതാണ്. അതിൻ്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ട പേരുകൾ മെഗ്വയർ ഉണ്ട്. കാരണം മെഗ്വയറിൻ്റെ ഒക്കെ ഒരു കിഡിലൻ ഇൻ്റർസെപ്ഷനൊക്കെ ഉണ്ടായിരുന്നു. ലൂക്ക് ഷോ എഗെയിൻ ഫസ്റ്റ് ഹാഫിൽ നന്നായിട്ട് കളിച്ചിരുന്നു. കോബി മേനു എടുത്ത് പറയണം. കാരണം കോബി മേനു വാസ് ഹാവിങ് വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ഇൻ എ യുണൈറ്റഡ് ഷർട്ട്. ഗോളും അസിസ്റ്റൊന്നും ഇല്ലെങ്കിലും ഹി വാസ് കൺട്രോളിങ് ദ ഗെയിം. സെക്കൻഡ് ഹാഫിൽ കംപ്ലീറ്റ് മിഡ്ഫീൽഡ് ഒരു പരിധി വരെ കോബി മേനു കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മൂവ്മെൻ്റ് ആയാലും ഓഫ് ദ ബോൾ മൂവ്മെൻ്റ് ആയാലും ഓൺ ദ ബോൾ മൂവ്മെൻറ്റിലൊക്കെ കോബി മേനു നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, വേറൊരാളുടെ പേര് പറയാനുണ്ട്, നമ്മുടെ ലാമൻസ് ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ കളി ഒരു 2-2 പോയേനെ ഇല്ലെങ്കിൽ. സോ എനിവേസ് നമ്മുടെ എല്ലാ പ്ലേയേഴ്സും നന്നായി കളിച്ചിട്ടുണ്ട്. ഞാൻ ആരെയും ഇതിൽ ഒരു കുറവ് പറയുന്നില്ല. അപ്പാർട്ട് ഫ്രം വൺ പേഴ്സൺ ഹൂ ഈസ് ഡിയാഗോ ഡാലോ. എടുത്ത് ദൂരെ കളഞ്ഞ് ഏതെങ്കിലും നല്ല റൈറ്റ് ബാക്കിനെ കൊണ്ടുപോകുക, അല്ലെങ്കിൽ മസ്റാവിനെ സ്റ്റാർട്ട് ചെയ്യുക അടുത്ത കളി. കാരണം ഇവനെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല ഉള്ള കാര്യം ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു. വെറുതെ ഹൈഫൈ കൊടുക്കാനും ബ്രൂണോനെയും കസ്റ്റമറിൻ്റെയും തോളത്ത് കയറിയിട്ട് സെലിബ്രേഷൻ നടത്താനും അല്ലാതെ ഇവനെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നില്ല. ഹീ ഈസ് ഔട്ട് ഓഫ് ഫോം. കിട്ടുന്ന പൈസക്ക് വിറ്റ് കളഞ്ഞിട്ട് നല്ല ഒരു റൈറ്റ് ബാക്കിനെ കൊണ്ടുവരിക. അവരും കൂടി വന്നു കഴിഞ്ഞാൽ, റൈറ്റ് ബാക്ക് കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടീം സെറ്റാവും. ഞാൻ പറയുന്നത്
സോ എനിവേസ് നമുക്ക് എന്തായാലും സ്റ്റാറ്റ്സിലോട്ട് ഒന്ന് പോവാം, വെറുതെ ഒന്ന് കണ്ണോടിക്കാം. സ്റ്റാറ്റ്സ് നമ്മളിവിടെ കണ്ട പോലെ തന്നെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. നമ്മുടെ 3 ഗോളും വന്നത് ഇൻസൈഡ് ദ ബോക്സ് ആണ്, വിച്ച് ഈസ് റിയലി ഹാപ്പി സയൻസ് ആണ് നമുക്ക്. എക്സ്പെക്റ്റഡ് ഗോൾസ് ഓൾമോസ്റ്റ് സിമിലർ ആണ് രണ്ട് ടീമിനും. ആസ്റ്റൺ വില്ല കുറേ മിസ്റ്റേക്സ് വരുത്തിയാണ് നമ്മൾ ഗോൾ അടിച്ചതും. പൊസഷനും 50-50 ആയിരുന്നു. അതേപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ടാക്കിൾസ് നമ്മൾ ഏറ്റവും കൂടുതൽ നല്ല ടാക്കിൾസ് നടത്തിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സംഭവം അറ്റാക്കിംഗ് മാപ്പാണ്. അറ്റാക്കിംഗ് മാപ്പിൽ നമ്മൾ മിഡ്ഫീൽഡിൽ നമ്മൾ കൺട്രോൾ ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മളിവിടെ ഈ ഗ്രാഫിൽ കാണുന്നത്. ആസ്റ്റൺ വില്ല ആയാലും മിഡ്ഫീൽഡിലായിരുന്നു കൺട്രോൾ ചെയ്തത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആസ്റ്റൺ വില്ലയുടെ മിഡ്ഫീൽഡിലെ ഒരു ബോക്സാണ് ഒരു സ്ട്രെങ്ത്. അത് ശരിക്കും നമ്മൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഗോൾ അടിച്ചിട്ടുണ്ട്. സോ കാരിക് ഡിസേർവ്സ് എ ഹ്യൂജ് പ്രൈസ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബിഗ് ചാൻസസ് ക്രിയേറ്റഡ് ഒക്കെ സെയിം ആണ് ഏകദേശം എല്ലാ ടീമിനും, രണ്ട് ടീമിനും ഒരുപോലെ ആയിരുന്നു. ബിഗ് ചാൻസസ് മിസ്ഡും രണ്ട് ടീമിനും സെയിം ആയിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന സംഭവം എന്താ പറയുക, ഡ്യുവൽസ് ആയിരുന്നു. കഴിഞ്ഞ 2-3 കളിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ നോക്കി കാണാൻ ഉദ്ദേശിച്ചത് ഈ ഒരു സംഭവമാണ്, അതായത് ഡ്യുവൽസ്. നമ്മൾ ഈ കളിയിൽ വന്നപ്പോൾ നമ്മളാണ് ഏറ്റവും കൂടുതൽ ഏരിയൽ ഡ്യുവൽസ് വിൻ ചെയ്തിട്ടുള്ളത്, വിച്ച് ഇസ് എ വെരി ഗുഡ് സൈൻ. അഗൈൻ ഞാൻ പറയുന്നു കാരിക് ട്രൈയിങ് ടു ഇംപ്രൂവ് ദ ടീം എന്നൊരു സയൻസ് ഞാൻ അവിടെ കാണുന്നുണ്ട്. പക്ഷേ ഗ്രൗണ്ട് ഡ്യുവൽസ് ഏറ്റവും കൂടുതൽ വിൻ ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ആസ്റ്റൺ വില്ലയാണ്. ദേ ആർ വെരി ഗുഡ് അറ്റ് ഇറ്റ്, എസ്പെഷ്യലി ഒനാന പറഞ്ഞൊരു ഫാക്ടർ അവിടെ ഉണ്ട്. ഇനി ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. വളരെ പോസിറ്റീവ് റിസൾട്ട് തരുന്ന, വളരെ സന്തോഷം തരുന്ന സ്റ്റാറ്റ്സാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഞാനൊരു പേര് അവിടെ പറയാൻ പോകുന്നത് ആസ്റ്റൺ വില്ലയുടെ സൈഡിൽ നിന്നും ഒനാനയാണ്. കസമീറോ ലീവ് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് ഒനാന ഷുഡ് ബി വൺ ഓഫ് അവർ പ്രയോറിറ്റീസ് ഈ മിഡ്ഫീൽഡ് റീവാമ്പ് ചെയ്യാനായിട്ട്. കാരണം ഒനാന ഒരു കിടലൻ ഫുട്ബോളറാണെന്ന് വീണ്ടും നമുക്ക് കാണിച്ചു തന്നു. സോ ഗൈസ്, അതാണ് എൻ്റെ മാച്ച് റിയാക്ഷൻ. വളരെ ഹാപ്പി. അതിന് കൂടെ തന്നെ ഇരട്ടി മധുരം ലിവർപൂൾ ഫാൻസ്. സോറി, എനിക്ക് സന്തോഷിച്ചേ പറ്റുള്ളൂ, വേറെ നിവൃത്തിയൊന്നുമില്ല. ഇനി നിങ്ങളുടെ ഒപ്പീനിയൻ പറയുക, ആരാണ് നിങ്ങളുടെ മാൻ ഓഫ് ദ മാച്ച്, എന്തായിരുന്നു നിങ്ങളുടെ റിയാക്ഷൻ, ഓരോ ഗോൾ അടിച്ചപ്പോഴും എങ്ങനെയായിരുന്നു നിങ്ങൾ റിയാക്ട് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുക. കൂട്ടത്തിൽ ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് ആരായിരുന്നു നമ്മുടെ ദ വിന്നർ, ആ ജേഴ്സി വിന്നർ ആരാണെന്നുള്ളത് ഞാൻ കാണിക്കാം. സോ നമുക്ക് അതിലോട്ട് പോവാം. യെസ്, അപ്പോൾ നിങ്ങൾ കണ്ടു കാണും, ഹീ ഈസ് ദ വൺ ഹൂ വൺ ദിസ് ജേഴ്സി. അപ്പോൾ എന്തായാലും ബ്രോ, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ്ലി മെസ്സേജ് അയക്കുക, DM ചെയ്യുക. ഐ വിൽ ഷെയർ ദ കോൺടാക്ട്സ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ജേഴ്സി അയക്കേണ്ടത്, എവിടെയാണ് നിങ്ങളുള്ളത് എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ നമുക്ക് സംസാരിക്കാം. സോ ലെറ്റ് മീ നോ, DM ചെയ്താൽ മതി. അപ്പോൾ ഇനി ഇതിൽ വിൻ ചെയ്യാത്ത ആൾക്കാർ നിരാശ വേണ്ട. ഇനിയും നമ്മൾ കുറേ ഗിവ് അവേസ് കൊണ്ടുവരുന്നതായിരിക്കും, ഞാൻ എന്തായാലും കൊണ്ടുവരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഒരു ബഡ്ജറ്റ് വെച്ചുകൊണ്ട് ഞാനിപ്പോൾ ഒരു ഒത്തൻറ്റിക് ജേഴ്സി ഒന്നും അല്ല കൊടുക്കുന്നത്, നമ്മളൊരു നോർമൽ ജേഴ്സിയാണ് കൊടുക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇറ്റ്സ് എ ഗിവ് അവേ, ഒരു ഹാപ്പിനെസ്സിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നതാണ്. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഇത്രയും കാലം ഉള്ളതുകൊണ്ടും ഞാൻ ചെയ്യുന്നതാണ്. തീർച്ചയായും ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ ഇറക്കുന്നതായിരിക്കും. ഇനിയും കുറേ വീഡിയോസ് കുറേ വീഡിയോസ് ഇറക്കാനുണ്ട്, കുറേ കളികൾ നമുക്ക് ജയിക്കാനുണ്ട്, നമുക്ക് ഇനിയും വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട്. സോ കീപ് സപ്പോർട്ടിങ്, സബ്സ്ക്രൈബ് ടു ദ ചാനൽ. ദിസ് ഇസ് മിറാജ് സൈനിങ് ഓഫ് ഫ്രം സ്ട്രട്ട്ഫോർഡ് സിഗ്നൽ. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ഗ്ലോറി മാൻ യുണൈറ്റഡ്, ലിവർപൂൾ ഫാൻസ്.